കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗോതമ്പിന്റെ അളന്നതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭഗവാനെ, നന്ദുമോന് ഒരാപത്തും വരത്തില്ല, അവനെ കാത്തോണം. ഇന്ന് അവൻ റേസിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് അവന് മനോബലം കൊടുക്കണം. അവന് കാലുകൾക്ക് ഒരു കുഴപ്പമില്ല, അവന്റെ മനസ്സിനാണ് കുഴപ്പം. അവന്റെ മൈൻഡ് നേരെ ആയിരിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീയും കൂടെ അവനെ ഒന്ന് സഹായിക്കണേ എന്ന് മനപുരി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴത്തേനും ഗൗരിമോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, നിനക്ക് ഞാൻ ഈ പാലെടുത്ത് വെച്ചിട്ട് കുറെ സമയമായല്ലോ, നീ ഇത് കുടിച്ചില്ലേന്ന് ചോദിക്കുക. ഗൗരി പറഞ്ഞു, എനിക്കിത് വേണ്ടെന്ന് പറയണം. അതെന്താ വേണ്ടാത്ത? നിന്നെ കുടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം. വേണ്ട, അമ്മയോട് ഞാൻ പിണക്കുക, അമ്മയോട് ഞാൻ കൂട്ടില്ല എന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അമ്മേ, ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നല്ലായിരുന്നോ നന്ദുവിന്റെ റേസ് കാണാനായിട്ട്? എന്നിട്ട് അമ്മ എന്നെ കൊണ്ടുപോകുന്നുണ്ടോന്ന് ചോദിക്കും. അതാണോ കാര്യം? ഞാൻ പറഞ്ഞല്ലേ നമ്മൾ പോകുന്നില്ലാന്ന്. വേണ്ട, അതിനിപ്പോ ആരുടെയും വീട്ടിലേക്കൊന്നും അല്ല പോന്നെ, സ്റ്റേഡിയത്തിലേക്ക് പോകാന് അമ്മയ്ക്ക് ആരുടെ അനുമതി മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ പോയാല് എന്ന് ചോദിക്കണം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞില്ലേ. നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ പപ്പായ്ക്കും അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയാം. നന്ദുവിന്റെ പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ കുഴപ്പമില്ല, നന്ദുവിന് ഇഷ്ടപ്പെടൂലോ. നന്ദു വിൻ ചെയ്യുന്ന നമുക്ക് കാണണ്ടേ. നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിന് ഭയങ്കര സന്തോഷവും. നന്ദുവിന് വിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. കാര്യമൊക്കെ കാര്യം, വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയണം. ഈ അമ്മയോട് ഞാൻ കൂട്ടില്ല, പിണക്കമാന്ന് പറഞ്ഞ് ഗൗരി നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് നിർമ്മല വരുന്നേ. ആഹാ, അങ്കിള് വന്നല്ലോ. എന്താ അങ്കിളെ പറയാതെ അപ്രതീക്ഷിതമായിട്ടൊരു വരവായിരുന്നല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പം നിർമ്മല, നീ ആള് കൊള്ളാലോടി കാന്താരി എന്ന് പറയാണ്. ഗൗരിക്ക് അപകടം എടുത്തു. നന്ദ പറഞ്ഞു, അതെന്താ നിർമ്മല അങ്ങനെ പറഞ്ഞേ? ദേ, ഇവളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്താന്നറിയാവോ? അങ്കിള് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ഇന്ന് നന്ദുവിന്റെ റേസിംഗാ, എന്നെ കാണിക്കാൻ കൊണ്ടുപോകണം. അമ്മ സമ്മതിക്കുന്നില്ല, അമ്മ അറിയാതെ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയതാ. ഷോ, നശിപ്പിച്ചു. ഈ അങ്കിളിനോട് ഞാൻ പറഞ്ഞല്ലേ അത് പറയില്ലെന്ന്. പിന്നെ അങ്കിൾ എന്തിനാ ആ കാര്യം പറഞ്ഞെന്ന് ചോദിക്കും. അതെ, അമ്മയോട് പറയാൻ നമുക്ക് കള്ളത്തരം ചെയ്യാൻ പറ്റുമോ? എന്നാലും നന്ദുവിന്റെ റേസല്ലേ, അമ്മ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ. വേണ്ട, അങ്കിളിനോട് ഞാൻ കൂട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഗൗരി പറഞ്ഞു, നീ ആള് കൊള്ളാലോടി. അപ്പൊ ഇതായിരുന്നു നിന്റെ ഉള്ളിലിരിപ്പല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം നിർമ്മല പറഞ്ഞു, അതെ, അമ്മ അറിയാതെ ഒന്നും പാടില്ല, മനസ്സിലായല്ലോ. അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് പറയണം. ഈ സമയം നന്ദ പറഞ്ഞു, നിർമ്മലെ, ഞാൻ എന്താണെന്നറിയോ കൊണ്ടോപ്പോ ഇവളെയും കൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചേ, അതിനിപ്പുറത്ത് കാരണമുണ്ടെന്ന് പറയണം. നിർമ്മല പറഞ്ഞു, എന്നാലും റേസിന് പോവുകയാണെങ്കിൽ ഗൗരിക്ക് സന്തോഷമായ കാര്യമല്ലേന്ന് ചോദിക്കാം. സന്തോഷമാണ്, പക്ഷെ എങ്കിൽ അവിടെ ഉള്ളവർക്ക് സന്തോഷം ആവണമെന്നില്ല. അറിയാലോ, ഗൗതത്തിന് ഇഷ്ടപ്പെടത്തില്ല. വെറുതെ എന്തിനാ നമ്മളെ ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? അവന് നല്ല പ്രഷറായിരിക്കും ആ സമയത്ത്. ഗോതം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോന് സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അവന്റെ സന്തോഷം നമ്മളായിട്ട് തല്ലിക്കെടുത്തണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിർമ്മല, അത് ശരിയാന്ന് പറയണം. പിന്നീട് ഗൗരിമോളോട് പറഞ്ഞു, വേണ്ട കേട്ടോ, നമുക്ക് പോവണ്ടെന്ന് പറയണം. അതെന്താ അങ്ങളെ, അമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് പറയാം. അതൊന്നും സാരമില്ല, അമ്മ പറയുന്ന മോളെ അനുസരിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഗൗരി നിർമ്മലിനെ ഒന്ന് നോക്കുകയാണ്. വേണ്ട, ഞാൻ ആരോടും കൂട്ടില്ല എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് പിണങ്ങി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നന്ദ പറഞ്ഞ്, സാരമില്ല, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, അതൊക്കെ ശരിയായിക്കോളൂ എന്ന് പറയണം. അവൾക്ക് ഇച്ചിരി കഴിയുമ്പത്തിന് അവളുടെ വിഷമം അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയാം. ആ സമയം ഇന്ത്യവരത്തില് നന്ദുമോന് ആരതിയൊക്കെ ഒഴിവാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോൻ നന്നായി പോയി വിജയിച്ചു വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദനക്കുറിയൊക്കെ തൊടിവിച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് ജഗന്നാഥൻ അങ്ങോട്ട് വിളിച്ചു, മോൻ ഇങ്ങോട്ട് വന്നേ. മോന് ദേ, ഈ മുത്തശ്ശനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ എന്നും പറഞ്ഞിട്ട് നന്ദുമോൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നപ്പോൾ ഒരു തൊപ്പി വെച്ചു കൊടുത്തു. ഇത് മോൻ റേസിൽ പങ്കെടുക്കല്ലേ, അപ്പൊ അതിന് വേണ്ടിയുള്ള സമ്മാനമാണെന്ന് പറയണം. താങ്ക്സ് എന്നൊക്കെ പറയണം. താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ എടുക്കുന്നുണ്ട് ജഗന്നാഥന്. പിന്നീട് ജഗന്നാഥൻ പറഞ്ഞു, അതേ, മോന്റെ മുത്തച്ഛൻ എന്ന് വരുന്ന കഴിയുമ്പത്തിനും മോൻ്റെ ഒരു കൂട്ടം കൊണ്ടുവരുമെന്ന് പറയണം. കനകമ്മ പെട്ടെന്ന് ചോദിച്ചു, അല്ല, എസ്റ്റേറ്റിൽ നിന്നുള്ള മഞ്ഞളാണോന്ന് ചോദിക്കും. ഇത് കേട്ടാൽ ലക്ഷ്മിയും പറഞ്ഞു, അതെ, കുറച്ച് മഞ്ഞളാ, ഇപ്പൊ തന്നെ വേണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോന്ന് ചോദിക്കും. ഇപ്പൊ വേണ്ട, നന്ദുമോൻ പോയിട്ട് മതിയെന്ന് പറയണം. കനകമ്മയുടെ ഒരു മഞ്ഞൾ എന്ന് ലക്ഷ്മിയമ്മ പറയണം. അപ്പോഴേക്ക് അരുണും വിളിച്ചു, നന്ദുമോനെ ഇങ്ങോട്ട് വാ, മോനെ ഞാൻ എന്റെ സമ്മാനം കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കണം. എങ്ങനെയുണ്ട്? സൂപ്പറാന്ന് പറയണം. പക്ഷെ മോഹിനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം നന്ദുമോനെ എല്ലാവരും സ്നേഹിക്കുന്ന നടപ്പത്തിന് മോഹിനിക്ക് ഭയങ്കര കലിപ്പായി. മോഹിനി ഇങ്ങനെ ചൂഷമായിട്ട് നോക്കുകയാണ്. ആ സമയം ഗൗതത്തിന്റെ അടുത്ത് എന്നിട്ടിച്ചു, അല്ല, പപ്പ എനിക്ക് വേണ്ടി സമ്മാനം ഒന്നും തരുന്നില്ലെന്നിരിക്കും. അത് റേസ് കഴിഞ്ഞ് വന്നതിന് ശേഷം അത് പിന്നെ മതി, വേറെ സമ്മാനം ഇപ്പൊ ഒന്നും ഇല്ലേന്ന് ചോദിക്കും. ഇപ്പോഴുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം എന്ത് ചെയ്യുവാണ്, ഒരു ബോക്സ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു ജോഡി ഷൂസ് അങ്ങ് എടുക്കുവാണ്. ഇത് മോന് വേണ്ടി കൊണ്ടുവന്ന. ആഹാ, ഷൂസ്, താങ്ക് യു പപ്പ എന്ന് പറഞ്ഞാൽ ഗൗതത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത്
ഗൗരിക്ക് നന്ദുവിനെ ഒന്ന് വിളിക്കണം എന്ന് തോന്നി. റേസിന് പോകാനും പറ്റുമല്ലോ. പിന്നീട് നന്ദയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ ആ ഫോണൊന്ന് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. എന്തിനാ? അതെ, എനിക്ക് നന്ദുവിനെ ഒന്ന് വിളിക്കണം എന്നുണ്ട്. റേസി പങ്കെടുക്കുമല്ലേ, ഒരു ഓൾ ദി ബെസ്റ്റ് പറയാലോ എന്ന് പറയാ. ഇനിയിപ്പം അല്ലാതെ പോകാനും പറ്റില്ലോ എന്നൊക്കെ വിഷമത്തോടെ പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഗൗരി എന്നിട്ട് വീഡിയോ കോൾ വിളിക്കണം നന്ദുവിനെ. നന്ദു കോൾ എടുത്തു. നന്ദു കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, അതെ ഓൾ ദി ബെസ്റ്റ് നന്ദു എന്നൊക്കെ പറയണം. അതെ, ഇങ്ങനെ നോക്കിയാ ഈ തൊപ്പി കണ്ടോ, ഇത് എന്റെ മുത്തശ്ശൻ തന്ന, പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് എന്റെ അങ്കിള് തന്ന എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറയാണ്. പിന്നീട് പറഞ്ഞു, അതെ റേസി വിൻ ചെയ്യണോ? അല്ല ഗൗരി വരുന്നില്ലെന്ന് നിൽക്കും. ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാം. ഗൗരിയും കൂടെ വേണ്ടായിരുന്നു. ആ സമയത്താണ് നന്ദയോട് വരുന്നത്. നന്ദ ചോദിച്ചു, നീ ഫോണിൽ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കും? നന്ദുവിനോട്. നിന്നോട് ആരെ വിളിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ ഞാനൊന്ന് വിളിച്ചൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാന്ന് പറയണം. അതെ, അമ്മയും കൂടെ ഒന്ന് സംസാരിക്കാൻ പറയണം. വേണ്ട അമ്മ സംസാരിക്കുക, അവൻ്റെ ഓൾ ദി ബെസ്റ്റ് പറ, പാവല്ലേ അവനെന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം നന്ദ ഫോൺ വാങ്ങി നന്ദനോട് പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ് മോനെന്ന് പറയണം. അതെ, ഡോക്ടർ ആൻറ്റി വരുമോന്ന് ചോദിക്കുകയാണ്. ഞാൻ വരത്തില്ല എന്ന് പറയണം. അതെന്താ ഞാൻ വരത്തില്ല? മോനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, മോൻ നന്നായിട്ട് പോയി റേസിൽ പങ്കെടുത്ത് വരണം കേട്ടോ എന്ന് പറയണം. ആ സമയം നന്ദ പറഞ്ഞു, ശരി ഡോക്ടർ ആൻറ്റി എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, അതെ ഒരാൾ കൂടെ ഞാൻ പരിചയപ്പെടുത്താം, ഒരാളും കൂടെ ഓൾ ദി ബെസ്റ്റ് പറയുമെന്ന് പറയണം. അതാരാ? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഗൗരി നിർമ്മലിന്റെ അടുത്തേക്ക് എല്ലുവാണ്. നിർമ്മലിന്റെ അടുത്തേക്ക് പറഞ്ഞു, അതേ അങ്കിളെ, ഇതേ നന്ദുമോൻ ലൈനിലുണ്ട്, നന്ദുമോനോട് ഓൾ ദി ബെസ്റ്റ് പറയണം. ഈ സമയത്ത് നന്ദുമോന്റെ ചെവിയിൽ ഒരു ഇയർഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഗൗതം കണ്ടു. നീ എന്തിനാ ഇയർഫോൺ വെച്ചേക്കെന്ന് ചോദിക്കണം. അത് പിന്നെ എന്ന് പറയണം, എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് ജഗന്നാഥൻ പറഞ്ഞു, ഇയർഫോൺ ഒന്നും വെക്കുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല, ഇത്ര ചെറുപ്പത്തിൽ ഇതിന്റെ കാര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം. പിങ്കി പറഞ്ഞു, അത് പിന്നെ അവനിത് വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, ഞാൻ അറിയുന്നില്ലെന്നും വിചാരിക്കണ്ട, ആ നന്ദയുടെ ട്രെയിനിങ് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന പോരാഞ്ഞിട്ടായിരിക്കും ഇന്നലെ നിങ്ങൾ പാർക്ക് വെച്ച് കണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട് കണ്ണടച്ച് വിട്ടെന്ന് ഓർത്തോണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, ഒന്നും മിണ്ടായിരിക്കും ഗൗതം എന്നൊക്കെ പറയണം. ആ സമയത്ത് നിർമ്മൽ അങ്ങോട്ട് വന്നു. നിർമ്മൽ അങ്ങോട്ട് മേടിച്ചിട്ട് ഫോൺ അങ്ങോട്ട് വാങ്ങി. മോന് സുഖമാണോ? മോന് റേസിൽ പങ്കെടുക്കല്ലേന്ന് ചോദിക്കണം. അതേ അങ്കിളെ, ഞാൻ റേസിൽ പങ്കെടുക്കാന്ന് പറയണം. ഓൾ ദി ബെസ്റ്റ് പറയുന്നതിന് മുമ്പ് ഗൗതം ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി കട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് നിർമ്മലിന് മനസ്സിലായി അവിടെ കട്ട് ചെയ്യുന്നുള്ള കാര്യം. നിർമ്മലിന് മനസ്സിലായി ഗൗതത്തിന് ദേഷ്യമായെന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയത്ത് ഗൗരി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ അങ്കിളെ, അങ്കിൾ എന്താ ഓൾ ദി ബെസ്റ്റ് പറയാത്തേന്ന് ചോദിക്കും. അവിടെ എന്തോ റേഞ്ച് പോയെന്നാ തോന്നുന്നേ. എന്നാ ശരി, ഞാൻ ഒന്നുകൂടെ വിളിക്കാന്ന് പറയണം. വേണ്ട, അവർ പോകാനായിട്ട് ഇറങ്ങുമല്ലേ, അവർക്ക് ഡിസ്റ്റർബൻസ് ആവും, നമുക്ക് പിന്നെ പറയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നന്ദു പറഞ്ഞു, പപ്പ എന്തിനാ കോള് കട്ട് ചെയ്തെന്ന് ചോദിക്കും. വേണ്ട, ഇപ്പൊ നീ അങ്ങനെ സംസാരിക്കണ്ടെന്ന് പറയും. എന്താ അങ്കിൾ, എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറയാൻ വന്നതല്ലേ, പിന്നെ പപ്പ എന്തിനാ എതിർത്തേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൂടുതൽ കാര്യങ്ങൾ ഇടപെടണ്ട കേട്ടോ എന്ന് പറയണം. ആ സമയം നന്ദു പറഞ്ഞു, പപ്പയുടെ ഒരു കാര്യം എന്ന് പറയണം. പിന്നീട് പിങ്കി പറഞ്ഞു, എയർഫോണില് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എയർഫോണിനകത്ത്, നന്ദ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്ന് പറയണം. ഇത് കേട്ട് ഞാൻ ഗൗതം പറഞ്ഞു, കുറച്ച് കൂടുന്നുണ്ട്, ഇതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാ നിന്റെയൊക്കെ വിചാരം. അവള് വന്നാലും നിനക്ക് വിജയിക്കാൻ പറ്റുള്ളല്ലേ ആ നന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദവും പറഞ്ഞു, പപ്പ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. പിന്നെ അവള് മനോബലം തന്നാലാണ് നിനക്ക് റേസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, വേണ്ട ഗൗതം, ഇങ്ങനൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നെ ഇവന് സ്വന്തമായിട്ട് ഇവനൊരു കഴിവില്ലേ, ഇവൻ ആ കഴിവ് വെച്ച് അങ്ങോട്ട് ജയിച്ചാൽ മതി, അല്ലാതെ നന്ദ മനോബലം തന്ന് ഇവൻ ജയിക്കേണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ടത് നന്ദുമോൻ ഭയങ്കര സങ്കടവും ദേഷ്യമായിപ്പോയി. നന്ദുമോൻ രൂക്ഷമായിട്ട് ഗൗതത്തിനെ ഒന്ന് നോക്കുകയാണ്. ഗൗതം ചോദിച്ചു, നീ എന്താടാ നോക്കണേ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞു ചോദിച്ചു. കുഞ്ഞിനോട് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് നന്ദുമോൻ ആ തലയിൽ തൊപ്പി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഞാൻ ആ റേസിലും പങ്കെടുക്കുന്നില്ല, ഒന്നുമില്ല, ആ ഹെയ്റ്റ് യു പപ്പ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, ഷോ നീ എന്തൊക്കെയാ ഗൗതം ഈ പറയുന്നത്, ഒന്നും പറയണ്ടായിരുന്നു പറയാ, പിന്നെ അല്ലാതെ ആ നന്ദയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. നന്ദ കാണാൻ മനുഷ്യൻ ഒരു സമാധാനം ഇല്ലാതെ അവസ്ഥയായിപ്പോയെന്ന് പറയണം. പിങ്കി പറഞ്ഞു, എന്താ ഗൗതം എന്തായി പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് നന്ദൂര് പറയും ഓടുവാണ്. നന്ദു ഓടി മുറിയിലേക്ക് പോയി കഥ അങ്ങോട്ട് അടയ്ക്കുവാണ്. പിന്നീട് പിങ്കി വിളിച്ചു, മോനെ കഥവ് തുറക്കും മോനെ എന്നൊക്കെ പറയണം. പക്ഷെ നന്ദു കഥവ് തുറക്കാൻ കൂട്ടാക്കില്ല. ഇല്ല, ഞാൻ റേസിംഗിലും പങ്കെടുക്കുന്നില്ല, ഒന്നിനും പങ്കെടുക്കുന്നില്ല എന്ന് പറയണം.
ഇത് അമ്മയല്ലേ പറയണേ, തുറക്കും മോനെ. വേണ്ട, ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയും. ഇത് അമ്മയുടെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുവാണ്. പക്ഷെ നന്ദുമോൻ കൂട്ടാക്കില്ല കഥ തുറക്കാനായിട്ട്. അപ്പോഴേക്കും ഗൗതം അങ്ങോട്ട് വെച്ചു, മര്യാദയ്ക്ക് കഥ തുറക്കടാന്ന് പറയണം. ഇല്ല, ഞാൻ തുറക്കില്ല എന്ന് പറയണം. പപ്പാനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗൗതം പറഞ്ഞു, നിനക്ക് റേസിൽ പങ്കെടുക്കണ്ടേ? ഇല്ല, ഞാൻ റേസിലും പങ്കെടുക്കുന്നില്ല, ഒന്നിലും ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയും. അവസാനം ഗൗതത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഗൗതം ഒന്ന് അയഞ്ഞു, മോനെ പപ്പയല്ലേടെ പറയണേ, നീ റേസിംഗ് പങ്കെടുക്കണമെന്ന് പറയാം. വേണ്ട, എന്റെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു റേസിൽ പങ്കെടുക്കണം എന്നുള്ള. ഇനി എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരാഗ്രഹമില്ല. ഇനി ഞാൻ റേസിൽ പങ്കെടുക്കണമെങ്കിൽ ഡോക്ടർ ആൻറ്റി ഇനി ഇവിടെ കൂട്ടിക്കൊണ്ട് വരണം. ഡോക്ടർ ആൻറ്റി വന്നാൽ മാത്രം ഞാൻ കഥ തുറക്കുള്ളൂ, ഞാൻ റേസിൽ പങ്കെടുക്കുള്ളൂ എന്ന് പറയാം. ഗൗതം പെട്ടു. ഇതിൽ പരവൊരു തിരിച്ചടി ഗൗതത്തിന് കിട്ടാനില്ല. കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കളി കടി മേടിച്ചെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്കാണ് നന്ദുമോൻ റേസിൽ പങ്കെടുക്കാൻ പോയണം. ആ സമയത്ത് നന്ദയെക്കുറിച്ച് ദുഷിച്ച വർത്താനങ്ങൾ പറയാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നന്ദുമോൻ ഇഷ്ടപ്പെടുവോ? അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യം പിങ്കിക്കും ഗൗതത്തിനും മനസ്സിലായതാണ്. പിന്നെ ആ വഴിക്ക് വിട്ടാലങ്ങളും മതിയായിരുന്നു. പിന്നീട് ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗൗതം ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. കാരണം അവസാനം നന്ദയോട് താൻ പറഞ്ഞു, ഒരു കാരണവശാലും നിന്റെ കൺമുന്നിൽ പോലും ഞാൻ വരത്തില്ല. അവളെ വെല്ലുവിളിച്ചാണ്, നിന്റെ അടുത്ത് ഒരാവശ്യത്തിനും വരത്തില്ല എന്നൊക്കെ. ഇനി അവളുടെ മുന്നിൽ പോയി എങ്ങനെ അപേക്ഷിക്കും? അതോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അപ്പത്തേക്ക് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, നീ എന്താ ഗൗതം ഇങ്ങനെയൊക്കെ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവന് നിന്നോട് ദേഷ്യം ഇരട്ടിക്കുകയല്ലേ ചെയ്തേ? നീ ഇങ്ങനെയൊന്നും പെരുമാറേണ്ടിയിരുന്നില്ല അവനോട്. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, പിന്നെ അവന്റെ ഇഷ്ടത്തിനില്ല ഞാൻ വിട്ടുകൊടുക്കണമായിരുന്നോ? അവന്റെ തോന്നിയാസത്തിന് അതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയണം. പിങ്കി പറഞ്ഞ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗതം, നിങ്ങൾ നശിപ്പിക്കുന്ന നിങ്ങളുടെ മോന്റെ ജീവിതമാണ്. നമ്മുടെ രണ്ടുപേരുടെ മോനാന്ന് പറയണം. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അതെ നമ്മുടെ രണ്ടുപേരുടെ മോനാ, അതിന്റെ ഇടയ്ക്കേക്ക് നന്ദ വരേണ്ട കാര്യമില്ല എന്ന് പറയാം. പിങ്കി പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് നന്ദയല്ലേ അവനെ ട്രെയിൻ ചെയ്യിച്ച് ഇത്ര ആക്കി വിട്ടെ, പിന്നെ എന്തിനാ ഗൗതം നിങ്ങൾ ഈ പറയണമെന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഗൗതം വല്ലാതെ വിട്ടുപോയി. ഇനിയിപ്പോ നന്ദമനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ നന്ദ വരുവേ തന്നെ ചെയ്യണം. പിന്നീട് അരുന്ധതിയും ലക്ഷ്മിയമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാര വിഷയം എന്ന് പറഞ്ഞാല് നന്ദയായിരുന്നു. ചില പെണ്ണുങ്ങൾ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ കുടുംബം മുടിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാ. ആ നന്ദയുടെ കാര്യത്തിൽ ശരിയായി തീർന്നില്ലേ? അവൾ ഈ കുടുംബത്തിൽ കാലുകുത്തിയതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം. ഇത് കേട്ടതും രശ്മിയമ്മ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആ നന്ദുമോനെ അവള് കയ്യിലാക്കിയില്ലേ? നന്ദുമോനെ എന്തോ കൂടാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഇതെവിടെ രശ്മിയമ്മ പറഞ്ഞു, അങ്ങനൊന്നും പറയില്ല, കൂടാത്രമൊക്കെ അതൊക്കെ വേറെ അന്ധവിശ്വാസം അല്ലേ നിൽക്കും. പിന്നെ ആര് പറഞ്ഞു? എനിക്കൊരു തവണ കൂടാത്രം കിട്ടിയതാന്ന് പറയും. ഞാൻ അവിടെയായിരുന്നു സമയത്ത്. എന്ത് കൂടാത്രം? അവിടെ ഒരു തമിഴ് സ്ഥിരമായിട്ട് വരുമായിരുന്നു. വന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് പരിപ്പും പയറും ഒക്കെ കടം മേടിച്ചുകൊണ്ട് പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരത് തിരിച്ച് വാങ്ങിച്ച സാധനം തിരികെ തന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്തൊരു ചരട് ചെവിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ മുഖത്തൊരു പ്രസന്നതയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കാരണം തിരക്കി. അവസാനം ഞാൻ ഇങ്ങനെ ഒരു ദിവസം പരിപ്പ് എടുക്കുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് ഈ കിടക്കുന്ന കണ്ട് അവർ തന്ന പരിപ്പിനകത്ത് ശരിക്കും അങ്ങനെയുള്ള കൂടാത്രയൊക്കെ ഉള്ളതാന്ന് പറയണം. ചിലപ്പോൾ നന്ദ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ മോനെ വശമാക്കി വെച്ചേക്കുന്നതായിരിക്കും എന്നൊക്കെ പറയണം. അപ്പോഴേക്കും മോഹിനിയും ജഗന്നാഥനും അങ്ങോട്ട് വരുവാണ്. എന്ത് പറ്റി രണ്ടുപേരും കൂടെ കൂടി ഒരു ചർച്ച? അല്ല, നന്ദു റേസിങ്ങിന് പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. അതാണോ? അതൊന്നും കുഴപ്പമില്ല, പാവത്തിനയുടെ കുഞ്ഞിങ്ങോട്ട് വന്നേട്ടെ, അവൻ വരുന്നതോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാവും. പിന്നെ അവനെ റേസിങ്ങിലൊക്കെ പങ്കെടുപ്പിക്കാമല്ലോ, അവൻ എല്ലാ മത്സരത്തിൽ പങ്കെടുപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് മേടിക്കാം. പിന്നെ നന്ദുമോൻ പോയില്ലെന്നോർത്തേണ്ട ആരും വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ലക്ഷ്മി ഒന്ന് നോക്കുകയാണ് മോഹിനിയെ. കാരണം മോഹിനിക്കാണെങ്കിൽ നന്ദുമോനെ പങ്കെടുപ്പിക്കുന്ന അവനോട് സ്നേഹം കാണിക്കുന്നത് ഇഷ്ടമില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.